തിങ്ക് ടാങ്ക് സമ്മിറ്റിൻ്റെ ഭാഗമായുള്ള ഈ ഉജ്ജ്വലമായ വൈകുന്നേരത്തിൽ സീക്രട്ട് സർച്ച് എന്ന ഒരുപക്ഷെ പകരം വയ്ക്കാനില്ലാത്ത അബ്സല്യൂട്ട് അൺസബ്സ്റ്റിറ്റ്യൂട്ടബിളായ ഈ പ്രമേയത്തിൽ നിങ്ങളുമായി കുറച്ചെന്തെങ്കിലും പറയാനും കൂടുതൽ നിങ്ങളിൽ നിന്ന് കേൾക്കാനും എനിക്ക് അവസരം ഒരുക്കി തന്ന ഏവർക്കും മഹാശക്തനായ ദൈവത്തിൻ്റെ പേരിൽ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. And let me express my anxiety, or rather true, sincere and transparent revelation that the words showered on me are not absolutely true. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകളൊക്കെ പറഞ്ഞവരുടെ സ്നേഹത്തിൻ്റെ കടലിൽ നിന്ന് ജനിച്ചതാണ് എന്ന് ഉൾക്കൊള്ളുകയും എന്നാൽ ആ വാക്കുകൾക്കൊന്നും അവർ പറഞ്ഞതുപോലുള്ള അർഹതയുള്ള ഒരാളല്ല ഞാൻ എന്നും നിങ്ങളെ വിനയത്തോടെ ആദ്യമേ അറിയിക്കട്ടെ. എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്കെന്നെക്കുറിച്ച് പറയാനുണ്ട് എങ്കിൽ അത് ഞാനൊരു വളരെ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണ് ഇന്നും എന്നുള്ളതല്ലാതെ മറ്റൊന്നും എനിക്കില്ല. ഐ എം നത്തിങ് ബട്ട് എ ഗുഡ് സ്റ്റുഡൻറ്റ്. അതിലൊരു ഇച്ചിരി സന്തോഷമുണ്ട്. ഐ എം എ ഗുഡ് സ്റ്റുഡൻറ്റ് എല്ലാ കാലത്തും, ഇപ്പോഴും അതെ, അത് മാത്രം. ആൻഡ് റിഗാർഡിംഗ് ദ ക്വിസിങ് എക്സ്പീരിയൻസ്, അത് നമുക്ക് അങ്ങോട്ട് പോകാം, പിന്നീട് പോകാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചെന്തെങ്കിലും നിങ്ങളോട് പറയാം. സീക്രട്ട് സർച്ച് എന്നാണ് ഈ പ്രോഗ്രാമിന് പേര്. ഈ സമ്മിറ്റിനാകട്ടെ തിങ്ക് ടാങ്ക് സമ്മിറ്റ് എന്നുമാണ്. പരിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് പകർന്നു കൊടുത്ത മഹാവെളിച്ചങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ കൂട്ടായ്മയും ഈ ചിന്താ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നത്. എനിക്ക് അതിഗംഭീരമായി തോന്നിയ ഒരു പ്രയോഗമുണ്ട് ഇവിടെ. ഇൻട്രൊഡക്ടറി റിമാർക്ക് പറഞ്ഞ ആദരണീയനായ വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു റിലിജിയസ് ആയ വിശ്വാസത്തിൻ്റെ ആധാര ഗ്രന്ഥമായ ഒരു മഹൽ ഗ്രന്ഥം എന്നതിലുപരി ഖുർആൻ ഈസ് ദ എപ്പിറ്റോം ഓഫ് നോളജ് എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ആലോചിച്ചത്, ഞാൻ അതുകൊണ്ട് അവിടെ കുറച്ചു നേരം മുമ്പ് വന്ന് അവിടെ ഇരുന്നപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെ എൻവയൺമെൻ്റൽ സെഷൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായി നടന്നു തുടങ്ങിയത് സത്യത്തിൽ 19-ാം നൂറ്റാണ്ടിലാണ്. ചാൾസ് നെയ്ഡറെ പോലുള്ള ആൾക്കാർ ഗ്രീൻസ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഗ്രീൻസ് ഓർഗനൈസേഷൻസ്, ഗ്രീൻസ് ഇൻ്റർനാഷണൽ, ഗ്രീൻ ഓഫ് വിക്ടോറിയ എന്ന ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുണ്ടായ സംഘടനകളൊക്കെ തന്നെ ലോകവ്യാപകമായി പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ, ഗ്രേറ്റ തുൻബർഗ് എന്ന പെൺകുട്ടി സാമ്രാജ്യത്വത്തിൻ്റെ മഹാശക്തി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അധിപനോട് വരെ കൃത്യമായി സംവാദത്തിലേർപ്പെട്ട് ഫ്രൈഡേഴ്സ് ഫോർ ഫ്യൂച്ചർ, നാളെയിലേക്കുള്ള വെള്ളിയാഴ്ചകൾ എന്ന് പ്രഖ്യാപനം നടത്തി ഞങ്ങൾക്കും ഞങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറകൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയും മലിനമാക്കപ്പെടാത്ത ആകാശവും എന്നാവശ്യപ്പെട്ടതുമൊക്കെ പോയ ദിവസങ്ങളിലും വർഷങ്ങളിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ലോകത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക പ്രസ്ഥാനമേത് എന്ന് എന്നിലെ സ്റ്റുഡൻറ്റിനോട് ആരെങ്കിലും ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും മഹത്തായ ആദ്യ പാരിസ്ഥിതിക വാചകമേത് എന്ന് നിർവചിക്കാൻ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യനടക്കമുള്ള സർവ്വജീവജാലങ്ങൾക്കും നാളുകളിലേക്ക് മിഴിതുറക്കാൻ കഴിയൂ എന്ന് ഉത്ബോധനം നടത്തിയ ആദ്യത്തെ അടിസ്ഥാന പ്രമാണമേത് എന്നാൽ എന്നോട് ആരെങ്കിലും അന്വേഷിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, അത് ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് ഈ പർവ്വതങ്ങളെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ എൻവയൺമെന്റൽ മൂവ്മെന്റ് എന്തെന്നാരെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആലേഖനം ചെയ്ത മഹാഖുർആനാണ് ഈ ലോകത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക പ്രസ്ഥാനവും പാരിസ്ഥിതിക ഗ്രന്ഥവും പാരിസ്ഥിതിക പ്രമാണവും. അത് എൻവയൺമെന്റിന്റെ കാര്യത്തിൽ സുതാര്യതയെക്കുറിച്ച്
മനുഷ്യജീവിതത്തിൻ്റെ സീക്രട്ട് സെർച്ച് എന്നത് ഏറ്റവും ട്രാൻസ്പെറൻസിയിലേക്ക്, ഏറ്റവും വലിയ സുതാര്യതയിലേക്ക് ഒരാൾ നയിക്കപ്പെടുമ്പോഴാണ് ജനിക്കുന്നത്. സുതാര്യത എന്നത് നമ്മുടെ സംഭാഷണത്തിലോ പ്രവൃത്തിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ കാഴ്ചപ്പാടിലോ നമ്മുടെ എഴുത്തിലോ നമ്മുടെ ഹൃദയാക്ഷരങ്ങളിലോ നിറഞ്ഞു നിൽക്കുന്നത് മാത്രവും അല്ല. Whether you practice what you preached or rather whether you preach what you can practice only എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതേ എന്നാകുന്നിടത്ത് നിഴലിക്കുന്ന വികാരത്തിൻ്റെ പേരാണ്, ഭാവത്തിൻ്റെ പേരാണ് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത. ഇന്ന് ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക പ്രധാന സാമൂഹിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സുതാര്യതയില്ലായ്മയാണ്. മനുഷ്യ സമൂഹങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ ബന്ധങ്ങളിൽ, അവരുടെ ഇടപെടലുകളിൽ, അവരുടെ സാമൂഹ്യ കാഴ്ചപ്പാടുകളിൽ ഒക്കെ ഉണ്ടാകുന്ന സുതാര്യതയില്ലായ്മയാണ്. അത് സമൂഹങ്ങളിൽ മാത്രമല്ല, വിവിധ രാജ്യങ്ങൾ തമ്മിൽ, അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ, എഴുത്തുകാർക്കിടയിൽ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക്, സങ്കീർണതകൾക്കെല്ലാം പലതിനും കാരണം പ്രവർത്തിക്കുന്നതും പറയുന്നതും തമ്മിലുള്ള അകലം വല്ലാതെ വർദ്ധിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്. സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണ വേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികകളാൽ അരിഞ്ഞിരിക്കുന്നത് കണ്ട് അബൂ ത്വാലിബിന്റെ മുന്നിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ മാലാഖയോട് ഒരു സംശയം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന്. അന്ന് ജിബ്രീൽ മാലാഖ പറഞ്ഞ മറുപടി, ഇവർ പണ്ഡിതന്മാരാണ്, പക്ഷേ പറയുന്നത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരല്ല എന്നാണ്. പറയുന്നത് പ്രവർത്തിക്കാൻ കഴിയാത്തവരുടെ ചുണ്ടുകൾ അഗ്നിക്കത്രികകൾ കൊണ്ട് അരിയപ്പെടേണ്ടതാണെന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ച സുതാര്യതയുടെ വെളിപ്പെടലേത്, ദ റെവലേഷൻ ഓഫ് ട്രാൻസ്പെറൻസി ഏത് എന്ന് ചോദിച്ചാലും ഞാനെന്ന ആ മുസ്ലിമിൻ്റെ മുന്നിലെ ചെറിയ പരിമിതമായ എൻ്റെ വായനായിടങ്ങളിലെ ഏറ്റവും വലിയ റെവലേഷൻ ഓഫ് ട്രാൻസ്പെറൻസി ഏത് എന്ന് ചോദിച്ചാൽ തവണ ചിന്തിക്കാതെ പരിശുദ്ധ ഖുർആൻ എന്ന് മറുപടി പറയാൻ യാതൊരു മടിയുമില്ലാത്ത, അതിനുറപ്പുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സേക്രഡ് എന്ന വാക്കിന് അങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും വലിയ മനോഹാരിതയും ഈ സേക്രഡ് എന്നത്, ആ വാക്ക്, അതിൻ്റെ ആഴം എന്നത് ഒരാൾക്കോ ഒരു സ്ഥലത്തോ ഒരു ദേശത്തോ ഒരു ഭൂഭാഗത്തോ പരിമിതപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാട്ടിൽ ജീവിക്കുന്നവനും കടലിൽ ജീവിക്കുന്നവനും ദ്വീപിലുള്ളവനും മരുഭൂമിയിലുള്ളവനും ഒക്കെ സേക്രഡ് എന്നത് പ്രധാനപ്പെട്ടതാണ്. മനുഷ്യരെ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തോടെ കാണുവാൻ കഴിയുന്ന സർവ മഹാ അവതാരങ്ങൾക്കും മഹാപ്രതിഭകൾക്കും മഹാമനുഷ്യർക്കും മഹാശക്തികൾക്കും ഈ സേക്രഡിന് ഏറെക്കുറെ ഏക സ്വഭാവമുണ്ട്. വിവിധ ഭാഷകളിലാണ് പ്രതിവചിക്കുന്നത് എങ്കിൽ പോലും അവിടെയാണ് മരണശേഷവും ഒരു മനുഷ്യൻ്റെ ക്രിയകളിൽ, ഡീഡ്സിൽ അവശേഷിക്കുന്നത്, അയാളുടെ എല്ലാ ഡീഡുകളും മരണത്തോട് അവസാനിക്കുമെങ്കിലും അതിൽ അവശേഷിക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന വെളിപ്പെടലിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും കൂടുതൽ ആദരിപ്പിക്കുന്നതും. മരണശേഷവും അയാളിൽ നിന്ന് ബാക്കിയാകുന്ന 3 ഹോളി ഡീഡ്സ് ഏത് എന്ന് ചോദിച്ചാൽ, ഒന്ന് കണ്ടിന്യൂവസ് ചാരിറ്റിയാണ്, നിരന്തരമായ ത്യാഗമാണ് എങ്കിൽ. മറ്റൊന്ന് പ്രയേഴ്സ് ഓഫ് ദ റൈറ്റിയസ് ചൈൽഡ്, ഏറ്റവും ശരിയായ, ഏറ്റവും റൈറ്റിയസ് ആയ ഒരു കുട്ടിയുടെ പ്രാർത്ഥനയാണ് എങ്കിൽ. മൂന്നാമത്തേത് കണ്ടിന്യൂവസ് എഫേർട്സ് ഫോർ ദ നോളജ് വിച്ച് ഈസ് ബെനിഫിറ്റഡ്, ഗുണം ലഭിച്ച നിരന്തരമായ വിജ്ഞാനമാണ് അയാളുടെ മരണശേഷവും നിലനിൽക്കുന്ന 3 ഡീഡുകൾ എന്ന് പറയുന്നതും പരിശുദ്ധ ഗ്രന്ഥം തന്നെ. നിരന്തരമായ ജ്ഞാനം എന്നതിനർത്ഥം നിങ്ങൾക്കെല്ലാം പരീക്ഷകളിൽ A+ നേടാൻ സാധിക്കുന്നതാണ് എന്നല്ല. അവനവനെ സ്വശരീരത്തെ തൊട്ട് ഈ ഭൂമിയിലെ സർവ്വതിനെയും അറിയുവാൻ വേണ്ടി നിങ്ങളുടെ പുറം കണ്ണുകൾക്കപ്പുറത്ത് അകക്കണ്ണുകൾ തുറക്കണം എന്ന് കൃത്യമായി പറയാതെ പറയുന്ന വിജ്ഞാന നിർവചനങ്ങളാണ് പരിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അകക്കണ്ണ് തുറന്നറിയുവാൻ കഴിയുന്നവനെയാണ് വിജ്ഞാനി എന്ന് വിളിക്കേണ്ടത്. വിജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ ലോകത്തിൽ പല ഭാഗങ്ങളിലും പ്രഗത്ഭരായ ആളുകൾ നിർവചിച്ചിട്ടുണ്ട്. ജപ്പാനിൽ തെത്സുഓക്ക കുറയോനഗി
ടോട്ടോ ചാൻ, നിങ്ങൾ കേട്ടിട്ടുള്ള ജനാലയ്ക്കൽ വന്ന് നിന്ന പെൺകുട്ടിയുടെ കഥ വായിച്ചിട്ടുണ്ടല്ലോ. ടോട്ടോ ചാൻ. ടോട്ടോ ചാനിലൂടെ അറിവിൻ്റെ തീവണ്ടി മാതൃക, ദ കണക്റ്റിംഗ് മെത്തഡോളജി എല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പാവ്ലോ ഫ്രെയർ എന്ന പാശ്ചാത്യ വൈജ്ഞാനിക ശാസ്ത്രജ്ഞൻ വിജ്ഞാനത്തിൻ്റെ കോഗ്നിറ്റീവായ സിദ്ധാന്തങ്ങളെ നമ്മുടെ മുന്നിൽ നിർദ്ധാരണം ചെയ്തു. മലയാളി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഏറ്റവും നന്നായി അറിവിനെ നിർവചിച്ചിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വിജ്ഞാന നിർവചനം ആധുനിക ലോകത്തിൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ 2-3 നൂറ്റാണ്ടുകൾക്കിടയിൽ നടത്തിയതാരെന്ന് ചോദിച്ചാൽ എനിക്ക് പലപ്പോഴുമുള്ള ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച ഒരാളിൻ്റെ പേരാണ്. അദ്ദേഹത്തെ ചിലരൊക്കെ ആത്മീയ നേതാവായും നവോത്ഥാന നായകനായും കവിയായും ഒക്കെ കാണുന്നു. അതെല്ലാമാണ്. പക്ഷെ എനിക്ക് വ്യക്തിപരമായി നമുക്ക് കൂടുതൽ അടുപ്പമുള്ള മേഖലയായതുകൊണ്ടാകാം വിജ്ഞാന ശാസ്ത്രത്തെ ആധുനിക ലോകത്തിൽ ഏറ്റവും നന്നായി നിർവചിച്ചത് അയാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങിയോതിടേണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അറിവിലുമേറെ അറിഞ്ഞ് ഇരുണ്ടുപോകുന്ന മനുഷ്യരുടെ ഈ ലോകത്തിൽ ഈ തിങ്ക് ടാങ്ക് സമ്മിറ്റ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം അറിവിലുമേറെ അറിഞ്ഞ് മിടുക്കന്മാർ മാത്രമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോട് അറിവിലേറി അറിഞ്ഞ് മനുഷ്യരാകാൻ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കൂട്ടായ്മയുടെ പേരായിരുന്നു തിങ്ക് ടാങ്ക് സമ്മിറ്റ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ പറഞ്ഞു വന്നത് അദ്ദേഹം എഴുതിയത് എങ്ങനെയാണ്? അറിവിലുമേറി അറിയണം എന്നാണ്. അറിവിലുമേറി അറിഞ്ഞ് എന്നാണ്. അറിവിലുമേറി അറിഞ്ഞാൽ കരുവിൻ്റെ കണ്ണുകൾ 5 ഉള്ളിലടക്കാം എന്നാണ്. ആത്മനിയന്ത്രണത്തോടെ അറിവിലുമേറി അറിയാൻ, അപരനെ അറിയാൻ ആണ്. ഇത് എഴുതിയതാര് എന്ന് സംശയം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വരി പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണമെന്ന് എഴുതിയതിൻ്റെ തൊട്ടടുത്ത വരിയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നെഴുതിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ഞാൻ ഈ അറിവിനെക്കുറിച്ച് ഈ പറഞ്ഞ കേരളീയനായ മനുഷ്യൻ്റെ വരികൾ എന്ന് ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചത്. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന അകക്കണ്ണുകൊണ്ടറിയുന്ന അറിവിലുമേറി അറിയുക എന്നത്. അറിവ് അവനവനു മാത്രം ഗുണം ചെയ്യാൻ, അവനവൻ്റെ മിടുക്കുകൾ ഉജ്ജ്വലിപ്പിക്കാൻ, അവനവൻ്റെ ആസ്തി വർദ്ധിപ്പിക്കുവാൻ മാത്രം ഉതകുന്ന ഒന്നല്ല എന്നതാണ് അറിവ് എന്നതിനർത്ഥം. ഞാൻ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന ഒരാളായി തീരുമ്പോഴല്ല, ഞാൻ നിന്നെ അറിയുമ്പോൾ, നിന്നെ വേദനിക്കുന്ന നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഒരു തവണയെങ്കിലും ഉയർത്തേണ്ട എൻ്റെ ആയുധമാണ് എൻ്റെ വിരൽത്തുമ്പ് എന്ന് തിരിച്ചറിയുമ്പോൾ, നോവുന്ന നിന്റെ മുതുകത്ത് സാന്ത്വനത്തിലാൽ പതിപ്പിക്കുവാനുള്ളതാണ് എൻ്റെ കൈപ്പത്തി എന്ന് സ്വന്തം ആത്മാവിൽ ഞാൻ അടയാളപ്പെടുത്തുമ്പോൾ അവിടെ ഉദിക്കുന്നതിൻ്റെ പേരാണ് അറിവ് എന്നുള്ളതാണ്. അത് എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയുന്ന ഏറ്റവും ശക്തമായ ഏകത്വത്തിൻ്റെ അടിസ്ഥാനമാണ് അറിവ് എന്നത്. ആ അറിവ് മിടുക്കരാക്കാൻ മാത്രമല്ല, നിങ്ങളെ മികച്ച മനുഷ്യരാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്. സീക്രട്ട് സെർച്ചിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മുടെ കാലഘട്ടത്തിലെ യുവത കൂടുതൽ ആത്മാന്വേഷണത്തിന്, സെൽഫ് സെർച്ചിന് വിധേയരാകേണ്ട മാർഗങ്ങൾ കൂടിയുണ്ട്. എനിക്കൊരു കടലാസും ഒരു പേനയും തരാമോ? ആത്മാന്വേഷണമാണ് പ്രധാനം. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് അവനവനെ തന്നെയാണ്. നമുക്ക് സീബ്രകളെ അറിയാം. ലോകത്തിൽ ഒരുപാട് സീബ്രകളുണ്ട്. മ്യൂസിയത്തിൽ മാത്രമല്ലല്ലോ. വരയൻ കുതിരകൾ, ഒരുപാട് വരകളുള്ള സീബ്രകൾ. എല്ലാ സീബ്രകളുടെയും വരകൾ പക്ഷേ ഒരുപോലെയാണ്, അല്ലേ? നിങ്ങൾ നിശബ്ദരായിരിക്കണമെന്നില്ല കേട്ടോ, ഉത്തരം പറയാം. അല്ലേ? അല്ല, അല്ല. There are no two zebras in the world with identical designs. ദൂരെ നിന്ന് നോക്കിയാൽ ഒരുപോലിരിക്കുന്ന ഈ വരയൻ കുതിരകൾ, 2 വരയൻ കുതിരകളുടെ വരകൾ പോലും ഒരുപോലല്ല. Each and every zebra in the world is created with distinct and unique designs of their identical lines. നമ്മുടെ വിരലടയാളത്തെക്കാൾ കൂടുതൽ യുണീക്കാണ് ദൂരക്കാഴ്ചയിൽ ഒരുപോലിരിക്കുന്ന സീബ്രകളുടെ വരകൾ. പക്ഷേ ഈ സീബ്രകളുടെ വരകളേക്കാൾ കൂടുതൽ വ്യത്യസ്തമാണ് നമ്മൾ ഓരോ മനുഷ്യരുടെയും പൊട്ടൻഷ്യലും പ്രതിഭയും ശക്തിയും.
ആരും ആരേക്കാൾ മോശമല്ല എന്നുള്ളിടത്താണ് അതിൻ്റെ ആധാര നിർവചനം. പക്ഷെ നമ്മുടെ സീബ്ര വര എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സീക്രട്ട് സർച്ചിന്റെ ഒടുവിലാണ് നമ്മൾ എന്ത് എന്ന് അടയാളപ്പെടുത്താനുള്ള യാത്രയുടെ ഒടുവിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമുക്കുള്ളിലുള്ള വെളിച്ചത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുക, അവനവനെ തിരിച്ചറിയുവാൻ കഴിയുക എന്നതാണ്. ലോകത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലോ പാകിസ്ഥാനിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ഒക്കെ പോയി നോക്കിയാൽ ചിലപ്പോൾ അവിടുത്തെ പാടശേഖരങ്ങളിലോ ഗ്രാമത്തിലെ കുന്നിൻ്റെ താഴ്വരകളിലോ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറിനുള്ളതിൻ്റെ 100 ഇരട്ടി ടൈമിങ്ങിൽ പന്തടിച്ചകറ്റാൻ പറ്റുന്ന കുട്ടികളെ കാണാൻ കഴിയുമെന്നേ. പക്ഷേ അവരിലുള്ള സീബ്ര വര ഒരു ക്രിക്കറ്ററിൻ്റെതാണെന്ന് അവർ തിരിച്ചറിയുന്ന ആ നിമിഷത്തിലാണ് ആ കവാടം അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത്. സീക്രട്ട് സർച്ചിൻ്റെ ഒന്നാമത്തെ ഭാഗം സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവനവനെ തൊട്ട് തിരിച്ചറിയാൻ ഉള്ള നിങ്ങളുടെ മിടുക്കാണ് നിങ്ങളെ നാളെയുടെ സ്വത്താക്കി മാറ്റുന്നത്. നാളെയുടെ ആ സ്വത്തായി മാറുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു തലമുറ നിങ്ങളുടെ സംഭാവനകളെക്കുറിച്ച് ആദരവോടെ ഓർത്തുകൊണ്ട് നിങ്ങളെ പിന്തുടരാൻ, നിങ്ങളെ അനുധാവനം ചെയ്യാൻ തയ്യാറാവുക. ആ ആത്മാന്വേഷണത്തിന്, ആ സീക്രട്ട് സർച്ചിന് നിങ്ങളെ പാകപ്പെടുത്താൻ അനുവദിക്കാത്ത ചില ജിന്നുകൾ നമുക്കുള്ളിൽ തന്നെയുണ്ട്. The greatest challenge, or rather the greatest foe, enemy, which prevents you from attaining your goal or success or being a light is within ourselves. നമുക്കുള്ളിൽ തന്നെയുള്ള അപകടകാരിയായ ആ ജിന്നിനെ കണ്ടെത്തി അതിനെ കൊല്ലാനുള്ള അവസരമാണ് ഇത്തരം കൂട്ടായ്മകൾ. അതുകൊണ്ടാണ് ഈ ദിവസം ഞാൻ അതിലാദ്യം തുടങ്ങാം എന്ന് വിചാരിച്ചത്. നമ്മളെ പലപ്പോഴും അപക്വമായ പരാജയത്തിലേക്ക് നയിക്കുന്ന ആ ജിൻ അറിവിൻ്റെ കാര്യത്തിലെങ്കിലും, നിങ്ങളൊക്കെ ഒരുപാട് ജീവിത വിജയം നേടേണ്ടവരാണ് നാളുകളിൽ, അറിവിൻ്റെ കാര്യത്തിലെങ്കിലും പലപ്പോഴും ചില മുൻധാരണകൾ നമുക്കുണ്ട്. നേരായി ആഴത്തിൽ അറിയുവാനുള്ള നമ്മുടെ ശ്രമങ്ങളെ നമ്മുടെ പ്രിജുഡിസ്ഡായ മുൻധാരണകളുടെ, പ്രീ കൺസീവ്ഡ് നോഷൻസിൻ്റെ കണ്ണടകൾ കൊണ്ട് നമ്മൾ മൂടുമ്പോൾ അറിവ് ലഭിക്കാതെ പോകുന്നു. നമുക്ക് അവിടെ അറിയുന്നതിലുമേറി അറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഈ മുൻധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ അമ്പേ പരാജയപ്പെടും. അതായത് ഒരു പുസ്തകം കാണുന്നു, ഈ പുസ്തകം മറിച്ചു നോക്കാതെ ഇതിൻ്റെ കവർ കണ്ട് നമ്മൾ തീരുമാനിക്കുന്നു, ഓ ബോറ, വായിച്ചിട്ട് കാര്യമില്ല. ഒരു താളുപോലും മറിച്ചു നോക്കിയിട്ടില്ല. ഒരു സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ, സിനിമ കാണാത്തവരല്ല, അതിൻ്റെ പോസ്റ്റർ കാണുമ്പോൾ പോസ്റ്റർ നോക്കിയിട്ട് ഇത് കാണാൻ കൊള്ളില്ല, ബോറ, കണ്ടു നോക്കിയില്ല. ഇതൊക്കെ പോട്ടെ, ഒരാളിനെ ജീവിതത്തിൽ ഇതിനു മുൻപ് വ്യക്തിപരമായി നേരിട്ട് പരിചയപ്പെട്ടിട്ടേ ഇല്ലാത്ത ഒരാളിനെ ആദ്യമായി കാണുമ്പോൾ തന്നെ ഒരുമാതിരി പച്ച കോട്ടൊക്കെ ഇട്ടുണ്ടാ വന്നത് വലിയ ജാടയാണ്. നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കിയിരുന്നേ. നമ്മൾ ആ കണ്ണട എടുത്ത് കണ്ണിൽ ഇങ്ങനെ വെച്ചു, മനസ്സിൻ്റെ കണ്ണിൽ, കണ്ണിൽ. പിന്നെ ആ കണ്ണടയിലൂടെ നമ്മൾ കാണുന്നത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച കാഴ്ചകൾ മാത്രമാണ്. ആ കാഴ്ചകൾ പലപ്പോഴും തെറ്റാണ്. അത് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുത്തും. പരീക്ഷയിൽ മാത്രമല്ല, ജീവിതമെന്ന വലിയ പരീക്ഷണത്തിൽ മുൻധാരണ പലപ്പോഴും നമ്മളെ തോൽപ്പിക്കും. നമ്മുടെ സീക്രട്ട് സർച്ചിനെ, ഇന്നർ സർച്ചിനെ ഇല്ലാതാക്കും എന്ന് ഞാൻ ഈ പറഞ്ഞത് തെളിയിക്കണോ? യു വാണ്ട് മീ ടു പ്രൂവ് ഇറ്റ്? യെസ് ഓർ നോ? തെളിയിക്കണോ? ഞാൻ നമ്മുടെ ആ സ്പെക്സ് വെച്ച ഇയാള് തന്നെ തിരിഞ്ഞു നോക്കണ്ട, ഇനി വന്ന് പിഞ്ഞു വരും. വന്നോളൂ, സ്റ്റേജിലേക്ക് വന്നോളൂ. എനിക്കൊരു കോർഡ്ലെസ് മൈക്ക് തരാമോ? അപ്പൊ തെളിയിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? മുൻധാരണ നമ്മളെ തോൽപ്പിക്കും. ഇങ്ങു വന്നോ നിങ്ങൾ എല്ലാവരും കാണണ്ടേ? മുൻധാരണ ഉണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോകുമെന്ന് തെളിയിച്ചാൽ എനിക്ക് എന്താ തരിക? കാശ് തരുമോ? മറുപടി പറയാൻ വലിയ മടിയാ. യെസ് ഓർ നോ? യെസ്സോ? കാശ് തരുമോ? ഉറക്കെ പറഞ്ഞോ. നോ. ശരി, വേണ്ട, കാശ് വേണ്ട. ക്ലാപ്പ് തരുമോ?
യെസ്, ഉറക്ക റോഡിൽ കേൾക്കണം തെളിയിച്ചാൽ തരുന്ന ക്ലാപ്പ്. ഏറ്റോ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവരുടെ ജനറൽ നോളജ് പരിശോധിക്കാം. ക്യുസിനൊക്കെ വന്നല്ലേ. എന്താ പേര്? മുഹമ്മദ് കൈഫ്. എവിടെയാ മുഹമ്മദ് കൈഫിന്റെ നാട്? കാസർഗോഡ്. കാസർഗോഡ്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ. പേരെന്താ? അജ്മൽ. അജ്മലിന്റെ നാട് എവിടെ? പൊന്നാനി. പൊന്നാനി. അപ്പോൾ കൈഫും അജ്മലും ഒരു ജനറൽ നോളജ് ചോദിക്കട്ടെ. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? ന്യൂഡൽഹി. ന്യൂഡൽഹി. ഇത്രയേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു സംശയം, ഇപ്പോൾ എന്തെങ്കിലും എനിക്കറിയാത്ത ഫാസ്റ്റിംഗ് പീരീഡ് വല്ലതും ആണോ? ഇപ്പോൾ നോമ്പുകാലം വല്ലതും ആണോ? അല്ല അല്ല, ആരൊക്കെ കഴിച്ചോ? അപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ റോഡിൽ കൂടെ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ ഇത്രയും ഉച്ചത്തിൽ ഇവരോട് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ ഇവർ 4 ദിവസമായിട്ട് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ലാത്ത മനുഷ്യരെ പോലെ ന്യൂഡൽഹി ന്യൂഡൽഹി ഇങ്ങനെയാണോ? ഖൈഫ് മുന്നിലോട്ട് വരൂ, 2 കാൽ ചേർത്ത് വയ്ക്കൂ, ഒരു ലോങ് ബ്രീത്തൊക്കെ എടുക്കൂ. എടുത്തോ? ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡൽഹി അങ്ങനെയല്ല, ന്യൂ ഓൾഡ് വേണ്ട, ഇപ്പം ഡൽഹി തന്നെയല്ലേ. അപ്പോൾ കഴിയുന്നത്ര ഉച്ചത്തിൽ പരമാവധി ബോൾഡായി സ്ട്രോങ് ആയി വായിക്കും. 1 2 3 4. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അത് തെറ്റില്ല, അത് കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടെ ആവാമെന്നുള്ള ആരോഗ്യം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇപ്പോൾ വായിച്ചതിന് കുറച്ചൊരു സ്ട്രെങ്ത് ഉണ്ട്. ഇനി ഇതേ സാധനം കവിതയൊക്കെ വായിക്കാറുണ്ടോ? ഒരു ഇംഗ്ലീഷ് പോയം പോലെ അല്ലെങ്കിൽ കവിത പോലെ വളരെ ലയിച്ച് ചേർന്ന് വായിക്കും, ഒരു വളരെ ഹൃദയത്തിൽ നിന്ന് വായിക്കും പോലെ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. വെരി ഗുഡ് ഖൈഫ്, വെരി ഗുഡ്. വരൂ, നല്ല സ്ട്രോങ് ആയിട്ട് ബ്രീത്തൊക്കെ എടുത്തോ. പോരുത്. 1 2 3 4. മൈക്കേം പിടിച്ചോ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇത് തന്നെ കവിത പോലെ വായിച്ചേ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. വെരി ഗുഡ്. ഇനി രണ്ടുപേരും ചേർന്നാലോ? ചേർന്ന് നിൽക്കൂ. ഞാൻ മൈക്ക് പിടിച്ചു തരാം, ഒരുമിച്ച് വായിക്കൂ. 1 2 3 4. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അവിടെ നിൽക്കുമോ? ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഇൻട്രൊഡക്ടറി റിമാർക്സ് മനോഹരമായി നടത്തിയ അദ്ദേഹം പറഞ്ഞതൊക്കെ നുണയാണ്. എന്നെക്കുറിച്ച് അത്ര നല്ല വാക്കുകൾക്ക് ഞാൻ അർഹനല്ല എന്ന്. കാരണം പലരും പറയും എനിക്ക് വല്ലാത്ത ഓർമ്മശക്തി ഉണ്ടെന്നൊക്കെ. സത്യത്തിൽ വലിയ മറവിയാണെന്നേ, ഭയങ്കര മറവിയാണ്. നമ്മൾ തൊട്ട് മുമ്പ് എന്തോ വി ഹാവ് ബീൻ ഡിസ്കസിങ് അബൌട്ട് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ വേറെ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തോ ഒരു അപകടം നമ്മിലുണ്ടെന്നോ എന്തായിരുന്നു? എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നേ? കേട്ടില്ല. മുൻധാരണ, പ്രിജുഡിസ്. ഇപ്പോൾ ഓർമ്മ വന്നു, ശരിയാ. പ്രിജുഡിസ് ഉണ്ടെങ്കിൽ തോറ്റുപോകും എന്ന് പറഞ്ഞോ? അങ്ങനെയാണോ പറഞ്ഞത്? യെസ് ഓർ നോ? എന്നിട്ട് ഞാൻ തെളിയിക്കണമെന്ന് ചോദിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്താ തെളിയിക്കാനാണോ പറഞ്ഞത്? ശരിയാ, ഇപ്പൊ ഓർമ്മ ചെറുതായി വരുന്നുണ്ട്. തെളിയിച്ചാൽ കാശ് തരാമോ എന്ന് ഞാൻ ചോദിച്ചു, തരാമെന്ന് നിങ്ങൾ പറഞ്ഞു. നോ എന്ന് പറഞ്ഞു. ക്ലാപ്പ് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതെല്ലാം മറന്നിട്ട് ഇവരുടെ ജനറൽ നോളജ് പരിശോധിക്കാൻ വന്നു. എന്തൊരു മറവിയാ എനിക്ക്. നൗ നിങ്ങൾ ഈ വായിച്ച സാധനം കുറച്ചുകൂടി ബോൾഡായി ഒരുമിച്ച് ചേർന്നത് ഒന്നുകൂടെ വായിച്ചേ. 1 2 3 4. മൈക്ക് കടലാസിങ്ങനെ വെച്ച്, മൈക്കിങ്ങനെ വെച്ച്. 1 2 3 4. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. വെരി ഗുഡ്. ഞാൻ എണ്ണി 15 തവണയായി. ആദ്യത്തെ വാക്ക് വായിക്കൂ. ഫസ്റ്റ് വേർഡ് ഡൽഹി. സെക്കൻഡ് വേർഡ് ഈസ്. തേർഡ് വേർഡ് ദ. ഞാൻ ഈ കടലാസിൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടില്ല. ചേർത്ത് പിടിച്ച് കടലാസിൽ ലയിച്ച് കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ വായിക്കാൻ 15 തവണ ഞാൻ ആവശ്യപ്പെട്ടിട്ടും ഈ 2 മിടുക്കന്മാർ എല്ലാവരെയും പോലെ നിങ്ങളൊക്കെ പോലെയാണ്. അവർക്ക് ഒരു തവണ പോലും ഒരു ചെറിയ വാചകം ശരിയായി വായിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഈ കടലാസിൽ എഴുതിയിരുന്നത് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നേ അല്ല. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്.
15 തവണ വായിച്ചിട്ടും കടലാസിൽ ലയിച്ചു വായിച്ചിട്ടും ഒരു തവണ പോലും അവർ ഞാൻ എഴുതിയ വാചകം, ചെറിയൊരു വാചകമാണ്, വായിച്ചില്ല. അത് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടുമല്ലല്ലോ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇത് നമുക്കറിയാം. ഇതാണോ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം? ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന നമുക്കറിയാമെന്ന ആ മുൻധാരണ, ദാദാന്നൊന്നൊരു തെറ്റ് എന്തായാലും ഇയാൾ വരുത്താൻ സാധ്യതയില്ല എന്ന രണ്ടാമത്തെ മുൻധാരണ. രണ്ട് മുൻധാരണ വന്നപ്പോൾ ഒരു ചെറിയ വാചകം 15 തവണ ലയിച്ചു വായിച്ചിട്ട് ഒരു തവണ പോലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല എങ്കിൽ, പ്രിജുഡിസ്ഡ് ആയാൽ, മുൻധാരണകളുണ്ട് എങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതിനെ ഇതിനേക്കാൾ സിമ്പിളായി, ലളിതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ തെളിയിക്കണ്ടേ? അപ്പൊ വേണ്ട, കയ്യടി വേണ്ട. പകരം മുൻധാരണകളില്ലാത്ത സ്വതന്ത്രമായ വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലൂടെ മനുഷ്യനെ സ്നേഹിക്കുവാൻ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്ന വൈജ്ഞാനിക ഉണർവിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് സ്വന്തം ആത്മാവിൽ തൊട്ട് നിങ്ങളുടെ ഹൃദയത്താൽ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്താൽ മതി. ക്ലാപ്പ് വേണ്ട. താങ്ക് യു. അപ്പോൾ നമ്മൾ മുൻധാരണ ഒഴിവാക്കാൻ തയ്യാറായി കഴിയുന്നു. നമ്മുടെ മുൻധാരണ ഒഴിവാക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ മുൻധാരണ ഉള്ളപ്പോൾ നമ്മൾ എന്ത് സെർച്ച് ചെയ്യാൻ തുനിഞ്ഞാലും നമ്മൾ ഇരിക്കുന്നത് എവിടെയാ? നമ്മൾ അടച്ച വാതിലും അടച്ച കതകുകളുമുള്ള ഒരു മുറിയിലാണ്. സ്വതന്ത്രമായി അകക്കണ്ണ് തുറന്ന് ഗ്രഹിക്കാൻ, സത്യത്തെ ഗ്രഹിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഈ കതക് തുറന്നിട്ടു, നമ്മൾ ജനലും തുറന്നിട്ടു, വിജ്ഞാനത്തിൻ്റെ, പരമജ്ഞാനത്തിൻ്റെ കാറ്റ് അകത്തേക്ക് കയറി വന്നു. കാറ്റകത്തേക്ക് കയറി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഉഗ്രൻ മന്ത്രമുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ. ഈ മന്ത്രം പഠിച്ചാൽ മതി, അറിവുള്ളവനാകുന്ന ജോലിയിൽ പകുതി അപ്പം അങ്ങ് തീരും. വിജ്ഞാനം നേടുക, പരിശുദ്ധ ജ്ഞാനം നേടുക എന്നതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒരു മന്ത്രം പറയുന്നത്. എനിക്ക് ഈ മന്ത്രങ്ങളൊന്നും അറിയാത്ത ഒരാളാണെങ്കിലും ഈ മന്ത്രം അറിയാം. മന്ത്രങ്ങളൊക്കെ ഒരുപാട് നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ, എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് മന്ത്രങ്ങളാണ് ഉള്ളത്. പക്ഷെ മന്ത്രം എനിക്കറിയാവുന്നത് ഈ ഇംഗ്ലീഷ് മന്ത്രമാണ്. ഞാൻ സ്ഥിരം പറയാറുമുണ്ട്. അത് പറയാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ തന്നെ നിങ്ങൾ ആത്മവെളിച്ചമുള്ളവരായി തുടങ്ങി. ആ മന്ത്രം എന്താണെന്ന് അറിയണമെങ്കിൽ ക്വിസിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. ആ മന്ത്രം എന്താണെന്ന് അറിയണമെങ്കിൽ, ഒരു ചതുർവേദി എന്ന് പറഞ്ഞൊരു പഴയൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു. ഒരു മാടക്കടയിലിരുന്ന് ആപ്പിളുകൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. ഈ മാടക്കടയിലിരുന്ന് ആപ്പിളുകൾ വിൽക്കുന്ന പാവം ചതുർവേദി 80-80 വയസ്സായി. എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഒപ്പിടാനും അറിയില്ല. കാരണം സ്കൂളിലൊന്നും പോയിട്ടില്ല. ആ ഗ്രാമത്തിൽ, ജാർഖണ്ഡിലെ ആ ഗ്രാമത്തിൽ സ്കൂളൊന്നും ഒന്നില്ല. അപ്പം അയാളുടെ കുറ്റമല്ലല്ലോ അയാൾ പഠിക്കാത്തത്, അതിനുള്ള മാർഗമില്ല. പക്ഷേ അമേരിക്കയിലും മറ്റും ഉള്ള വേൾഡ് വാച്ച് എന്നൊരു സംഘടന നടത്തിയ 20 ഡിഫറൻ്റ്ലി സക്സസ്ഫുൾ അച്ചീവേഴ്സ് ഓൺ ദ ഫേസ് ഓഫ് ദ ഗ്ലോബ്, ഈ ഭൂഗോളത്തിലെ 20 വ്യത്യസ്തരായ നേട്ടക്കാരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ആ വർഷം ഇന്ത്യയിൽ നിന്ന് ചതുർവേദിയുടെ പേരിടം പിടിച്ചു ആ പട്ടികയിൽ. കാരണം ഒരു കൊച്ചു മാടക്കടയിലൂടെ അയാൾ 90 കോടി ആപ്പിളുകൾ റീറ്റെയിലായി വിറ്റു. ഇന്ത്യയിലെ അന്നത്തെ ജനസംഖ്യയുടെ എത്ര വരും ഈ 90 കോടി എന്നൊക്കെ പറഞ്ഞാലേ? ആള് മോശക്കാരനല്ല. സോ ഹി വാസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ. സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ഒരു സർവകലാശാലയിൽ വെച്ച് നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിലേക്ക് ഈ ചതുർവേദി പോയി. ഏത് ചതുർവേദി? എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, ഇംഗ്ലീഷ് നിങ്ങൾ മിണ്ടില്ല, ഇംഗ്ലീഷ് അറിയാത്ത ഈ ചതുർവേദി പോയപ്പോൾ ഒരു സ്വീഡൻകാരി മാനേജ്മെന്റ് സ്റ്റുഡന്റ്, ഒരു പെൺകുട്ടി, ഇയാളെ വഴിയിൽ ബ്ലോക്ക്ഡ് ഹിം ഓൺ ഹിസ് വേ. എന്നിട്ട് ചോദിച്ചു, മിസ്റ്റർ ചതുർവേദി, ഹൗ ഡു യു ലൈക്ക് ടു ഡിഫൈൻ ദ റോൾ ഓഫ് എറിക് ബേൺസ് ട്രാൻസാക്ഷണൽ അനാലിസിസ് തിയറംസ് ഇൻ ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്? ചതുർവേദിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഉറക്കെ പറയൂ മക്കളെ. അവിടെ തെറ്റിപ്പോയി. ചതുർവേദി ഉത്തരം പറഞ്ഞെന്നേ. കാരണം ഇവിടെ നിന്ന് അന്യനാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ ചെറിയ ഇംഗ്ലീഷ് വാചകം ചോദിച്ചു വാങ്ങിച്ച് പഠിച്ചിട്ടാണ് അയാൾ പോയത്. ഒരേ ഒരു വാചകം, എനിക്ക് ഈ കാര്യത്തിൻ്റെ ഇംഗ്ലീഷ് വേണം, അങ്ങനെ വാങ്ങിച്ച് പഠിച്ചിട്ട് പോയതാ. ഒരൊറ്റ വാചകമേ അയാൾ പഠിച്ചുള്ളൂ. അതായിരുന്നു അയാളുടെ മറുപടി. ആ വാചകമാണ് അറിവ് നേടുന്നവരായി മാറാനുള്ള ആദ്യത്തെ ഏറ്റവും മഹത്തായ മന്ത്രം. ഡു യു നോ വാട്ട് വാസ് ദ ആൻസർ? ചതുർവേദി പറഞ്ഞ ആ വാചകം എന്താണെന്ന് അറിയോ? എഴുന്നേറ്റ് നിൽക്കൂ, മൈക്ക് കൊടുക്കും. ഡു യു നോ വാട്ട് വാസ് ഹിസ് ആൻസർ?
No. എന്താ അശ്വമേധം കളിയാണോ? യെസ് നോയും മാത്രം പറയാൻ? ഞാനൊരു വാചകത്തിലല്ലേ ചോദിച്ചത്, ഒരു വാചകത്തിൽ മറുപടി പറയൂ. ഡു യു നോ? I don't know. ഉറക്കെ പറയൂ. I don't know. ഉറക്കെ പറഞ്ഞോ. I don't know. ഒന്നുകൂടെ പറഞ്ഞോ. I don't know. ഹി ഡിസർവ്സ് എ ക്ലാപ്പ്. അയാൾക്കൊരു ക്ലാപ്പ് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ, മോനെ നീ പറഞ്ഞതാണ് ശരി. അതാണ് ചതുർവേദി പഠിച്ചിട്ട് പോയ വാചകം. അതാണ് ചതുർവേദി പറഞ്ഞ ഉത്തരം. അറിവുള്ളവനാകാൻ നമ്മൾ ആദ്യം പറയേണ്ടതും പഠിക്കേണ്ടതും ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിക്കേണ്ടതുമായ മന്ത്രം അതാണ്. പലപ്പോഴും നമ്മൾ പറയാൻ മടിക്കുന്ന, മറക്കുന്ന, അധ്യാപകർ അത് പറയാൻ നമ്മെ പഠിപ്പിച്ചു തരാത്ത മന്ത്രമാണത്. ഐ ഡോണ്ട് നോ. Because when you declare I don't know, there are minimum of 3 questions arising from you to you. What I don't know, why I don't know, and how I will be able to know. എനിക്കറിയില്ല എന്ന് പറയുന്ന നിമിഷത്തിൽ നമ്മളോട് 3 ചോദ്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചോദിക്കും. ഒന്ന്, എനിക്ക് എന്തറിയില്ല. മറ്റൊന്ന്, എനിക്ക് എന്തുകൊണ്ടറിയില്ല. 3, എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും. അദ്ദേഹം എന്നോട് നമ്മുടെ സുഹൈൽ സാർ പറയുകയാണ്, GS ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഐ നോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, എനിക്ക് വലിയ താല്പര്യമില്ല അറിയാൻ. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു നോ. അദ്ദേഹം കാര്യം പറയുമ്പോൾ ഞാൻ പറയാണ് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത നടപടി? ഞാൻ ഇവിടെ നേരെ എടുത്ത് അങ്ങോട്ടേക്ക് പോവുക, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക. ഐ ഡോണ്ട് നോ, പറഞ്ഞു തരൂ സർ, പ്ലീസ് ലെറ്റ് മീ നോ. അപ്പം ഐ ഡോണ്ട് നോ എന്ന് പ്രഖ്യാപിക്കുക എന്നതിന് അർത്ഥമേ ഉള്ളൂ അറിയാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള റെഡിനെസ്സിന്റെ ഡിക്ലറേഷനാണ് അല്ലേ. അതുകൊണ്ടാണ് അറിയുക, വായിക്കുക എന്ന അവതീർണമായ ഈ വിശ്വപ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നോളജിന്റെ ആധാരശിലയായ പുസ്തകമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഏതെന്നൊരു ഇന്റർവ്യൂവർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിന്റെ പേര് പരിശുദ്ധ ഖുർആൻ എന്നാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞത്. അറിയാൻ പ്രേരിപ്പിക്കുന്നതാണ്. അറിയാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടലുപോലെ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിഞ്ഞ വലിയ ശരികളെ എല്ലാം തച്ചുടച്ച് കപടമായ നിർമ്മിതികൾ കൊണ്ട് ശരിയായ ഇന്നലകളെ മറച്ചു പിടിക്കുന്ന ആധുനിക ലോകത്തിൻ്റെയോ ഒരുപക്ഷെ ആധുനിക ഇന്ത്യയുടെയോ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അറിവിനെ നേടാനും നേരിടാനും സന്നദ്ധമായ മനസ്സ് നമുക്കുണ്ടാക്കാൻ ഐ ഡോണ്ട് നോ എന്ന മന്ത്രം വേണം. നമുക്ക് ഈ ക്വിസിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിക്കട്ടെ. എന്നോട് ഈ സീക്രട്ട് സെർച്ചിന്റെ കാര്യം ശ്രീ സുഹൈൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ്. എനിക്ക് ഈ അറിവ് മത്സരങ്ങൾ നടത്താൻ വലിയ സന്തോഷമാണുള്ളത്. പൊതുവെ മത്സരങ്ങളോട് വലിയ ഇഷ്ടമില്ലെങ്കിലും അറിവിന്റെ മത്സരങ്ങളോട് ഇഷ്ടമാണ്. അതെന്താ കാര്യമെന്ന് ചോദിച്ചാൽ, പാട്ടിന്റെ മത്സരം ഏറ്റവും നന്നായി പാടുന്നവന് 1ാം സമ്മാനം കിട്ടും, ശരിയല്ലേ? ഓട്ട മത്സരം ഏറ്റവും മുമ്പിൽ ഓടുന്നവന് 1ാം സമ്മാനം കിട്ടും, സംശയമുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ഈ ക്വിസ് ഇതിന് ക്യാഷ് അവാർഡൊക്കെ ഉണ്ടോ? പ്രൈസ് മണിയൊക്കെ ഉണ്ടല്ലേ? ഈ നിങ്ങൾ ഇപ്പോൾ പങ്കെടുക്കുന്ന 30 ടീമുകളോടാ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ നിങ്ങളിൽ ഒന്നാമതെത്തുന്നവർക്ക് പ്രൈസ് മണിയൊക്കെ ഇവിടെ തരും, സമ്മാനങ്ങളൊക്കെ ഇവർ തരും കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ മിടുക്കന്മാർ വിജയിച്ചു വരുന്ന നിങ്ങളുടെ മിടുക്കരെ കണ്ടെത്താനാണ് ഈ മത്സരമെന്ന് ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ പറഞ്ഞത്, നുണ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. വിജയിക്കുന്നവരെ കണ്ടെത്താനല്ല മത്സരം. എന്തുകൊണ്ടാണ് അറിവ് മത്സരങ്ങളോട് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, നന്നായി പാടുന്നവനാണ് 1ാം സ്ഥാനം പാട്ടിലെങ്കിൽ, നന്നായി ഓടുന്നവനാണ് 1ാം സ്ഥാനം ഓട്ടത്തിലെങ്കിൽ. അറിവിന്റെ ക്വിസിൽ അങ്ങനെയല്ല. 25 ചോദ്യമാണുള്ളതെങ്കിൽ 25 ചോദ്യത്തിൽ 20 ചോദ്യത്തിനും ശരി ഉത്തരം അറിയാവുന്നവന് 1ാം സമ്മാനവും ക്യാഷ് അവാർഡും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ആ ദിവസം അവന്റെ ജീവിതത്തിലേക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന, അവന്റെ അറിവിന്റെ അക്ഷയഖനിയിലേക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന സമ്മാനങ്ങൾ ആ ദിവസം വെറും പുതിയ 5 അറിവുകൾ മാത്രമാണ്. എന്നാൽ 25 ചോദ്യങ്ങളിൽ 1 ചോദ്യം മാത്രം ശരിയായി അറിഞ്ഞ് ഏറ്റവും പിന്നിലാക്കപ്പെട്ടു പോകുന്നവനുണ്ടല്ലോ, ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പക്ഷെ അവന്റെ ജീവിതത്തിലേക്ക് പുതിയ 24 അറിവുകൾ ആ ദിവസം കൊണ്ട് അവനുണ്ടാക്കുന്നു. അറിവാണ് യഥാർത്ഥ സമ്മാനമെങ്കിൽ പെട്ടുപോകുന്നവർക്ക് പുതിയ അറിവുകളുടെ ശരിയായ സമ്മാനം ലഭിക്കുന്ന മത്സരമാണ് ഒരു അറിവംഗം എന്നുള്ളത് കൊണ്ടാണ് ഈ ക്വിസ് മത്സരങ്ങളോട് എനിക്കിഷ്ടം. തോറ്റുപോകുന്നവരാണ് ഇവിടെ സത്യത്തിൽ യഥാർത്ഥ സമ്മാനം കിട്ടുക. അറിവ് തന്നെയാണ് യഥാർത്ഥ സമ്മാനം, അല്ലേ? ശരിയല്ലേ? ആണ്. അപ്പം അതുകൊണ്ട് ഈ മത്സരത്തിലെ വിജയവും പരാജയവും ഒന്നും പ്രസക്തമല്ല. അതൊക്കെ ഈ സർട്ടിഫിക്കറ്റിന്റെ സാങ്കേതികതകൾക്കോ പ്രൈസിന്റെ സാങ്കേതികതകൾക്കോ മാത്രമാണ്. ലോകം ജയിച്ചവരുടേത് മാത്രമല്ലല്ലോ, അല്ലേ?
നാളുകളിൽ ജയിക്കാൻ ആദ്യമൊക്കെ തോറ്റുപോയ മഹാരഥന്മാരുടെ ജീവിതം കൊണ്ട് രചിച്ച ചരിത്രമാണ് മാനവരാശിയുടേത്. നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഇവിടെ ഒത്തിരിക്കാൻ പ്രേരിപ്പിച്ച ഏറ്റവും മഹാനായ ആ അധ്യാപകനുണ്ടല്ലോ, അദ്ദേഹവും തോൽവിയിൽ നിന്നും പൊരുതി ജയിക്കുവാൻ കരുത്തു കാണിച്ച ഉജ്ജ്വലനായ പോരാളിയുടേതാണ് അല്ലേ. അപ്പോൾ തോറ്റുപോകുന്നത് തെറ്റല്ല എന്ന് മാത്രമല്ല, നാളുകളിൽ ജയിക്കുവാനുള്ള ആക്കമുണ്ടാകണം. പക്ഷേ നാളുകളിൽ ഞാൻ ജയിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാകുമ്പോൾ അതൊരു ജയമല്ല. ഞാനൊരൊറ്റ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്ന്, സ്കൂളിലെ കുട്ടികളോടൊക്കെ പറയുന്നത് പോലെ ലോകത്തിലെ ആദ്യത്തെ മത്സരം ഏതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു കൊച്ചു കഥയാണ്. ലോകത്തിലെ ആദ്യത്തെ മത്സരം ഏറ്റവും മിടുക്കനാരെന്നറിയാൻ 5 പേർ തമ്മിൽ മത്സരിച്ച ഒരു കഥയുണ്ട്. സീക്രട്ട് സർച്ചിന്റെ വെളിച്ചം അതിലാണ്. 5 പേർ തമ്മിലാണ് അത്രേ മത്സരിച്ചത്. വാശിയോടെ പരസ്പരം പിണഞ്ഞ് പൊരുതി നോക്കിയത്. കൂട്ടത്തിൽ ഏറ്റവും കേമനാരാണെന്നറിയാനാണ് ഈ മത്സരം ഇങ്ങനെ മുറിവുകൾ ഏൽപ്പിച്ചു തുടങ്ങിയപ്പോൾ സാക്ഷാൽ പരമശക്തനായ ദൈവം പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് കഥ. 5 പേരെന്ന് പറഞ്ഞാൽ ഈ 5 വിരലുകളാണ്. ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് ചോദ്യം. ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ വിരലുകളോട് പറഞ്ഞു പോലും, നിങ്ങൾ ഓരോരുത്തരും മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ USP, നിങ്ങളുടെ യുണീക്ക് പ്രൊപ്പസിഷൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കേമത്വം എന്താണെന്ന് പറയൂ എന്ന് ചുരുങ്ങിയ വാക്കിൽ പറയാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ വിലയിരുത്തി പ്രഖ്യാപിക്കാമെന്നാണ് ദൈവം പറഞ്ഞത്. ആദ്യം വന്നത് പെരുവിരലാണ്. പെരുവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ 1ാമത്തെ വിരലാണ്. ലോകത്തിലെവിടെയും വിജയിയെ അടയാളപ്പെടുത്തുന്നത് എന്നെ ഉയർത്തിക്കാട്ടുമ്പോൾ തംസപ്പിലൂടെയാണ്. ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നത് എവിടെയും എന്നെ പതിപ്പിക്കുമ്പോഴുണ്ടാകുന്ന തമ്പ് ഇംപ്രഷനിലൂടെയാണെങ്കിൽ, ഒരു കടലാസ് എടുക്കണമെങ്കിലും ഒരു പേന എടുക്കണമെങ്കിലും ഞാൻ കൂടി ചേർന്ന് പിടിക്കണം. മോസ്റ്റ് സപ്പോർട്ടീവ് ഫിംഗർ ആണ് എങ്കിൽ ഇതിനെല്ലാം ഉപരി ഈ പിറന്നു വീഴുന്ന ഏതു മനുഷ്യക്കിടാവും, അത് അരീക്കോടായാലും അങ്ങ് അൾജീരിയയിലായാലും, ആദ്യം നുണയുന്നത് പലപ്പോഴും എന്നെയുമാണ്. ഞാൻ മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. ഐ ആം ദ എംബോഡിമെന്റ് ഓഫ് മദർഹുഡ് എന്ന് ദൈവം പറഞ്ഞു. അത് കൊള്ളാം, നീ ഇരിക്കുക, അടുത്തയാൾ വരാൻ പറഞ്ഞു. ചൂണ്ടുവിരൽ 2ാമത് വന്നിട്ട് പറഞ്ഞു, തെറ്റിനെതിരെ ദുരധികാരത്തിനെതിരെയൊക്കെ ചൂണ്ടുന്ന വിരലാണ് ഞാൻ. മാത്രമല്ല ലക്ഷ്യബോധത്തിന്റെ വിരൽ ഞാനാ. വെടിവെക്കാൻ, അമ്പയ്യാൻ, കാരം കളിക്കാനൊക്കെ ലക്ഷ്യം നിർണയിക്കുന്നത് ഞാനാണ്. ആളുകളോട് ആജ്ഞാപിക്കുന്ന ആജ്ഞാശക്തിയുള്ള വിരൽ ഞാനാണ്. സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റുള്ളൂ. സ്റ്റാൻഡപ്പ് അല്ല, ഇയാളല്ല, ഇയാൾ ഇരുന്നോളൂ. സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റുള്ളൂ. ഇയാൾ ഇരിക്കും, ഇയാളോടല്ലല്ലോ പറഞ്ഞു. സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ ആജ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ആജ്ഞാശക്തിയുടെ വിരൽ ഞാനാണ്. സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ ആജ്ഞാപിക്കുന്ന വിരൽ ഞാനാണ്, നിങ്ങളോടല്ല. അപ്പോൾ അല്ലാതെ ഈ വിരലുകൊണ്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുന്നേക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, അത് കൊള്ളാം, അത് ശരിയാ, നന്നായി. 4ാമത്തെ വിരൽ വന്ന് പറഞ്ഞു, ദൈവമേ, ആദ്യത്തെ വിരലുകളൊക്കെ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഇതൊക്കെ ശരിയാവണമെങ്കിൽ വിരലുണ്ടാവണ്ടേ, കുരലുണ്ടാവണമെങ്കിൽ കുട്ടിയോളുണ്ടാവണ്ടേ, കെട്ടിയോളുണ്ടാവണ്ടേ, വിവാഹം ഉണ്ടാവണ്ടേ. അപ്പോൾ പലപ്പോഴും ചിലരൊക്കെ മോതിരങ്ങൾ അണിയിക്കാറുണ്ടല്ലോ, അതൊക്കെ ചൂടുന്നത് എന്നിലാണ്. ഞാൻ പ്രണയത്തിൻ്റെ വിരലാണ്, കുടുംബത്തിൻ്റെ വിരലാണ്. ദൈവം പറഞ്ഞു, ആയിക്കോട്ടെ. 4 വിരലുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ 5ാമത്തെ കുഞ്ഞൻ വിരലിനൊന്നും പറയാനില്ലല്ലോ. 5ാമത്തെ വിരൽ വന്ന് പറഞ്ഞു, ദൈവമേ, 1ാമത്തെ വിരൽ വിജയിയാണ്, തർക്കമൊന്നുമില്ല. 2ാമത്തെ വിരലിന് ആജ്ഞാശക്തിയുണ്ട്, സംശയമില്ല. 3ാമത്തെ വിരൽ നായകനാണ്, തീർച്ച. 4ാമത്തെ വിരൽ പ്രണയമാണ്, ഉറപ്പ്. പക്ഷേ എനിക്കൊരു സംശയം. അപ്പൊ ദൈവത്തിന് ദേഷ്യം വന്നു. ഇനി എന്താ എൻ്റെ സംശയം? അത് വിജയിയാണെന്നുള്ള വിശ്വാസത്തിൽ ഈ 1ാമത്തെ വിരൽ തെറ്റുകൾ ചെയ്യുമ്പോൾ, ആജ്ഞാശക്തിയുടെ അധീശത്വ ഭാവത്തിൽ ഈ 2ാം വിരൽ ഏകാധിപതിയെ പോലെ പെരുമാറുമ്പോ, നായകത്വത്തിന്റെ മൂഢചിന്തയിൽ ഈ 3ാം വിരൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോ, പ്രണയചാബല്യങ്ങളിൽപ്പെട്ട് ഈ 4ാം വിരൽ തളർന്നു പോകുമ്പോ, അങ്ങിവരോടെല്ലാം പലപ്പോഴും ക്ഷമിക്കുന്നത് ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാനിങ്ങനെ 1ാമനായി ഏറ്റവും മുന്നിൽ നിന്ന് കൈകൂപ്പുമ്പോഴല്ലേ എന്നാണ് 5ാമത്തെ വിരലെന്ന് ദൈവത്തിനോട് ചോദിച്ചത്. അന്ന് ദൈവം പറഞ്ഞു, 5ാമത്തെ വിരലാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അത് ഈ കൈകൂപ്പുന്ന വിനയം കൊണ്ടോ കൂപ്പുകൈകൊണ്ടൊന്നോ അല്ല. അതൊക്കെ നല്ലത് തന്നെ. ആളുകളോട് ബഹുമാനം ഉണ്ടാവുക, വിനയം ഉണ്ടാവുക, അത് ചില ആളുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കും, ചില ആളുകൾ പുറത്ത് പ്രകടിപ്പിക്കും. പൊതുവെ എൻ്റെ നാട്ടിലൊക്കെ ഭൂരിഭാഗം പേരും ഹൃദയത്തിൽ കാണില്ല, പുറത്ത് മാത്രമേ കാണുകയും ഉള്ളൂ. പക്ഷെ ദൈവം ഈ 5ാം വിരലാണ് 1ാമനെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഈ സീക്രട്ട് സർച്ചിൽ, തിങ്ക് ടാങ്ക് സമ്മിറ്റിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കുട്ടികൾ തിരിച്ചറിയേണ്ടത്, അന്നും ഇന്നും എന്നും 5ാമത്തെ വിരൽ തന്നെ ശ്രേഷ്ഠൻ. കാരണം ഇങ്ങനെ കൈകൂപ്പുമ്പോ
പിന്നിലാക്കപ്പെട്ടു പോയ മറ്റ് 4 പേർക്കു വേണ്ടി എല്ലാം ഏറ്റെടുത്ത് അപരർക്കു വേണ്ടി മുന്നിൽ നിൽക്കുവാൻ കാണിക്കുന്ന ആർജവമാണ് ഈ വിരലിനെ ഒന്നാമനാക്കുന്നത്. മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, കുലത്തിന്റെ, ഗോത്രത്തിന്റെ, ഭാഷയുടെ, ദേശീയതയുടെ ഒക്കെ പേരിൽ പല കാലങ്ങളിൽ സമൂഹത്തിന്റെ ദൂരതീരത്തിലേക്ക് ആട്ടിയോടിക്കുന്ന സഹജാതരായ മനുഷ്യരെ ചേർത്തുപിടിച്ച് അവർക്കു വേണ്ടി മുന്നിൽ നിൽക്കാൻ ആർജവം കാണിക്കുന്ന 5ാമത്തെ വിരലായി മാറാൻ നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആഴമുള്ള ഒരറിവും നിങ്ങൾക്കില്ല. ഒരുപാട് തവണ പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഒരുപാട് തവണ വന്നു കേട്ട് ക്ലീശേ ആയിപ്പോയ ഒരുപാട് ആവർത്തന വിരസതയുള്ള ഒരു കാര്യമാണെങ്കിലും കേട്ടിട്ടില്ലാത്ത ഒരു കുഞ്ഞെങ്കിലും, ഒരു മകനെങ്കിലും, ഒരു സഹോദരനെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പറയട്ടെ. സ്കൂളുകളിൽ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് അറിവിലും ഏറെ അറിയുന്നതിനെയും അറിവിലും ഏറെ അറിയുന്നതിൻ്റെയും വ്യത്യാസം പറഞ്ഞു കൊടുക്കാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അത് ഗാന്ധിജി എവിടെ ജനിച്ചു എന്നാണ്. എവിടെ ജനിച്ച്? ഗാന്ധിജി എവിടെ ജനിച്ച്? ഉറക്കെ പറയൂ. എന്നാ ജനിച്ചത്? ആർക്കാ പറയാൻ പറ്റുക ഡേറ്റ്? 1869 ഒക്ടോബർ 10 2. പരീക്ഷയ്ക്കുള്ള 1 മാർക്കിന്റെ ചോദ്യം എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ എന്ന് തന്നെ, സംശയമില്ല. PSC ടെസ്റ്റിന് ചോദിച്ചാലും എന്നെ പോലുള്ള മണ്ടൻ ക്വിസ് മാസ്റ്റർമാർ ഞാനിപ്പോൾ വിദേശത്ത് പോയി ചെയ്യുമ്പോൾ ചോദിച്ചാലും ഈ ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ് കൊടുക്കും. പക്ഷെ ഇതിനപ്പുറം ഈ അറിവ് എങ്ങനെയാ മോനെ? 1869 ഒക്ടോബർ 2 അവനെ ഓർമ്മിച്ച് മോനെ. ഖൈഫ് അല്ലേ? ഖൈഫ് 1869 ഒക്ടോബർ 2 ഓർമ്മിച്ച് വെച്ചത് കയ്യിലാണോ കാലിലാണോ? അല്ല, എവിടെയാ? തലച്ചോറിൽ. ഈ തലച്ചോറിൽ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന അറിവ് നിങ്ങളെ മിടുക്കരാക്കും, സംശയമില്ല. പക്ഷെ ജീവിതം എന്ന് പറയുന്ന വലിയ പരീക്ഷണത്തിൽ മുന്നിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ കുറേ മനുഷ്യരെ ചിലപ്പോൾ കണ്ടേക്കാം. പട്ടിണിയിൽ പെട്ടുപോകുന്ന, കരയുന്ന മനുഷ്യരെ, രോഗം ബാധിച്ചവരെ, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഉമ്മമാരെ, അല്ലേ, നൊമ്പരപ്പെടുന്ന മനുഷ്യരെ കാണും. ആട്ടിയോടിക്കപ്പെടുന്ന, വേർതിരിക്കപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോൾ, വിവേചിച്ച് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ കാണുമ്പോൾ അവിടെ നിങ്ങളോട് ചോദിക്കണം ഗാന്ധിജി എവിടെ ജനിച്ചു? അപ്പോൾ ഈ തലച്ചോറൊന്ന് അടച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്കല്ല. തലച്ചോറ് അടച്ചു വയ്ക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കും. പരീക്ഷയ്ക്ക് തലച്ചോറെടുക്കാം. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ആ സമയത്ത് കൺമുന്നിൽ കണ്ണുനീരോടെ നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഗാന്ധിജി എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം പക്ഷേ മറ്റൊന്നാ. പോർബന്തർ എന്നല്ല, ഒക്ടോബർ 2 എന്നല്ല, 869 ഒന്നുമല്ല. അപ്പോൾ മനസ്സ് നമ്മളോട് പറയും ഗാന്ധിജി ജനിച്ചത് ഇന്ന് ഈ പെയ്യുന്നതിനേക്കാൾ കടുത്തൊരു മഴ പെയ്ത് ഇടിയും മിന്നലും നിറഞ്ഞും പടർന്നു നിന്ന ഒരു മഴക്കാല രാത്രിയിൽ 1893 ആണ്ട് ജൂൺ മാസം 8-ാം തീയതിയിലാണ് ഗാന്ധിജി ജനിച്ചതെന്ന് അപ്പോൾ മനസ്സ് പറയും. ആ ജനനം നടന്നത് പോർബന്തറിലും ഗുജറാത്തിലും ഇന്ത്യയിലുമല്ല, മറിച്ച് 1893 ജൂൺ 8 വർഷകാല രാത്രിയിൽ തൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ജനിച്ചതെന്നും അത് ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർമെരീസ്ബർഗ് എന്നുപേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും നിറം കറുപ്പായി പോയതുകൊണ്ട് കറുത്തവനെ വെള്ളക്കാരൻ ഇടങ്കാലുകൊണ്ട് പുറത്തേക്ക് ചവിട്ടി തൊഴിച്ചെറിഞ്ഞ ആ നിമിഷത്തിൽ നിറത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ മനുഷ്യനെ വിവേചിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉറച്ചതും ഉറപ്പിച്ചതുമാകും എൻ്റെ ജീവിതമെന്ന് ശപഥം ചെയ്ത ആ മുഹൂർത്തത്തിലാണ് മോഹൻദാസ് കരംചന്ദ് മരിച്ചതും ഗാന്ധിജി ജനിച്ചതും എന്ന് നമ്മൾ അറിയുന്ന മറ്റൊരു അറിവുണ്ട്. അത് അറിവിലും ഏറി അറിയുന്നതാണ്. അത് പരീക്ഷയ്ക്ക് എഴുതാനല്ല, അത് മിടുക്കനാകാനുമല്ല, നമ്മുടെ മാനവിക ബോധ്യങ്ങളെ വലുതാക്കാനാണ്. അപ്പോൾ അകറ്റി നിർത്തപ്പെടുകയോ പാർശ്വവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന നമ്മളോടൊപ്പമുള്ള മനുഷ്യരുടെ നൊമ്പരങ്ങൾ, പട്ടിണിയിൽപ്പെട്ടു പോകുന്നവരെ ചേർത്തുപിടിക്കാനുള്ള അറിവ് നിങ്ങൾക്ക് നേടുമ്പോൾ നിങ്ങൾ ചെറുവിരലുകളാകുന്നു എന്നോർമ്മിപ്പിച്ചുകൊണ്ട് സ്വന്തം സീബ്രാ വരകൾ കണ്ടെത്താൻ, ഐ ഡോണ്ട് നോ എന്ന പ്രഖ്യാപനത്തിലൂടെ ഐ ആം റെഡി ടു നോ എന്ന തിരിച്ചറിവുണ്ടാക്കാൻ, മുൻധാരണകളുടെ വാതിലുകൾ തുറന്നിടാൻ പ്രാപ്തരായ ഒരു വലിയ സമൂഹം നിങ്ങളിൽ നിന്ന് ഈ നാടിൻ്റെ ആകാശത്തിലേക്ക് ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഹിയർ വി ഗോ ഫോർ ദ ഗ്രാൻഡ് ഫിനാലെ ഓഫ് സേക്രഡ് സെർച്ച്, ദ ക്വിസിംഗ് എക്സ്പീരിയൻസ്.